സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വിശുദ്ധ കന്യകമറിയാമിൽ ജനമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ പരശുശ്രൂഷാവേളയിൽ ഇപ്രകാരം സംഭവിച്ചു. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. സമർപ്പിക്കുന്നതിന് അടയാളമായി ഈ സ്തോത്ര കാഴ്ച എവിടുന്ന് സ്വീകരിക്കണമേ. ഇതർപ്പിച്ചതായ കരങ്ങളെ വാഴ്ത്തണമേ.
തിരുനാമത്തിൻ്റെ മഹത്തിന് വേണ്ടി ഇത് ചെലവിടുവാനായിട്ട് ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. ദൈവകൃപ തുടർന്നുള്ള ശുശ്രൂഷയിലും അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഈ സ്ഥാപനത്തെ ഇവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവകൃപയും ദൈവസ്ഥാനത്യവും ഏവരും അനുഭവിക്കാനിടയാക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ദൈവം നമ്മെ ഇടയാക്കുന്നതായ മുഖാന്തരങ്ങൾക്കായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങളെ കരയറ്റും. നമ്മൾ വായിച്ചതായ തിരുവചന വേദഭാഗം മറുരൂപ പെരുന്നാളുമായി ബന്ധപ്പെട്ട വേദഭാഗമാണ്. ഓഗസ്റ്റ് മാസം 6-ാം തീയതി മറുരൂപ പെരുന്നാളായി സഭ വേർതിരിച്ചിരിക്കുന്നതായ ദിവസമാണ്. ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. കർത്താവിൻ്റെ തേജസ് കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായ ദിവസമാണ്. അന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശുശ്രൂഷയ്ക്കുള്ളതായ ക്രമീകരണം, പ്രത്യേക ആരാധന ക്രമീകരണങ്ങളും ഒക്കെ നമുക്കുണ്ട്. എന്നാൽ വീക്ക് ഡേയ്സിൽ വരുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ക്രമീകരണം ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിത് വായിച്ചതായ വേദഭാഗത്തിൽ പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. ഇവിടെ വളരെ വ്യക്തതയോടെ പറയുന്നതായ ഒരു കാര്യം, ഈ ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ അല്ലെങ്കിൽ മറുരൂപ മലയുടെ അനുഭവത്തിൽ ആരൊക്കെയാണ് കർത്താവിനോട് കൂടെ പ്രാർത്ഥിപ്പാനായിട്ട് പോകുന്നത് അല്ലേ? യേശു ഈ സ്നേഹിച്ചതായ ശിഷ്യ സമൂഹത്തിൻ്റെ അനുഭവത്തെയൊക്കെ നമ്മൾ വായിക്കുന്നതായ സമയത്ത് അവിടെ ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. സർവശക്തിയുള്ള ബാബാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജനിച്ചു ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശീഹ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സത്യമായി അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റു പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും അഭാവിയായ സ്ത്രീ കുരിശിൽ വെച്ച കള്ളനെ കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധി കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുഭവിച്ച തങ്ങളുടെ പാപങ്ങളെ ദൈവസ്ഥനിലേറ്റ് പറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നാധിക മനസ്സിലിഞ്ഞ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുകൂടെ ഉള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനം നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എൻ്റെ സഹോദരങ്ങളും പ്രിയമുള്ളവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പീ. നിന്നാലയം ചേർന്നു ഞങ്ങൾ അനുഗ്രഹമിരക്കുന്നു. ഗുണവാനേ നിൻ സത്യ
ശുദ്ധീകരിക്ക നീ ഞങ്ങളെ. സഹോദരങ്ങളും പ്രിയമുള്ളവരുമേ, ഈ ശുശ്രൂഷപ്പെടുവാൻ നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണ കാണിക്കുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. പാലിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്നെ അവൻ നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു. നിന്നുയർപ്പാലതു മാഞ്ഞതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതരെ ചേർത്തിടുവോനെ സ്വന്തം മരണത്താൽ ഞങ്ങൾക്ക് ജീവൻ നൽകി ദേവപുത്ര. ദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വച്ചിരിക്കുന്ന മേലുവേ കൊടുക്കുന്നവരുടെ മേലുവേ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചൊരു അനുഭവിക്കുന്നതുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരവരലി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ചരണവുമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെയും മോചനത്തിനുമായി കാൽപ്പിച്ച മുറിക്കപ്പെട്ടഞ്ഞതപ്പെടുന്നതുമായ കർത്താവിന്റെ ശിമശിയാടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായി നിങ്ങൾ ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നതിന്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുകയും എന്നും ജീവിക്കുന്നവൻ എന്നും പിശക്കയില്ല, എന്നും യാഹിക്കയില്ല, എന്നും അന്നായി പൂജിക്കാം ജീവപമനായ പൂജിക്കാം ദിവ്യമൊഴിയമ്മനായ പൂജിക്കാം ജീവപിതാവിന്റെ അയച്ചു ജീവിച്ചിടുന്നതും മൂലമല്ലോ എന്നെ ഭൂജിപ്പവനും ഔവണ്ണം ഞാൻ ദുരവ ഉന്നത ജീവനുണ്ടാവെന്നൊക്കം നാനായി പൂജിക്കാം ജീവപമനായ പൂജിക്കാം ദിവ്യമൊഴിയമ്മനായ പൂജിക്കാം എന്നിൽ വിശ്വസിക്കാം എന്നിൽ ജീവിക്കാം എന്നോട് ആത്മപ്രകാശം കൈക്കൊള്ളുക ഇരുട്ടിൽ നടക്കയില്ല ഇടറി വീഴുകയില്ല ഒരിക്കലും തിരിച്ചിടുമെന്ന് വിശ്വസിപ്പാൻ അന്നായി പൂജിക്കാം ജീവപമനായ ദിവ്യമൊഴിയമ്മനായ
ഞങ്ങൾ പാനം ചെയ്ത അതിന്റെ രക്തവും ഞങ്ങൾക്കാർക്ക് ന്യായവിധിക്കും പ്രതിപോരത്തിനുമായി തീരരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരെയും ജീവൻ രക്ഷിക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെ യോഗ്യരാക്കിയ നിന്റെ കരുണയുടെ ബഹുത്വം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീര രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായ ആദ്യം മുതലുള്ള നിന്റെ നല്ല വിശുദ്ധന്മാരോടും കൂടെ ഓഹരി അവകാശം ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്ക് നിന്റെ യോധനം പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞങ്ങളെ വാഴ്ത്തണമേ. ഞങ്ങൾക്കുള്ള ശ്രേഷ്ഠാവേ, ഞങ്ങളെയെല്ലാം കാക്കണമേ. സകലത്തിനും ഉടയവനായി തുണയേകീടും കർത്താവേ, രക്ഷയ്ക്കുള്ള വഴിയേ നീ ഞങ്ങൾക്കെന്നും കർത്താവിന്റെ യാഗങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടി വിശുദ്ധാത്രിത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾ നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ നിങ്ങൾ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന് ചെയ്തു നിൽക്കുന്ന സ്ത്രീമായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടവരുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമാടിയാൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം ലഭിക്കേണ്ടതിന് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. ക്രിസ്തേശോദിൻ അവർക്കിരിക്കും. സമയമുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ തീം സോങ്ങായിട്ട് പഠിച്ചൊരു പാട്ട്, അത് കുറച്ച് പേരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാകുന്നത് അറിയാം. ബാക്കിയൊക്കെ കൂടെ പെട്ടെന്ന് പഠിക്കാം. ഒന്നാമത്തെ പാട്ട് ക്രിസ്തുവിൻ സന്നദ്ധ സേവകരായി സ്വർഗീയ കാവലിൻ യാത്രികരായി, ക്രിസ്തുവിൻ സന്നദ്ധ സേവകരായി സ്വർഗീയ കാവലിൻ യാത്രികരായി, വിശ്വാസ ജീവിത പാതയതിൽ സ്നേഹത്തിൻ കൈത്തിരി നാളവുമായി, വിശ്വാസ ജീവിത പാതയതിൽ സ്നേഹത്തിൻ കൈത്തിരി നാളവുമായി, മുന്നേറി മുന്നേറി പോയിടാം ലോകരീശ്വര നേടിടാം, മുന്നേറി മുന്നേറി പോയിടാം ലോകരീശ്വര നേടിടാം, കരുണീകീതമായി തീർന്നിടാം നാം സേവന തൽപരരായിടാം, കരുണീകീതമായി തീർന്നിടാം നാം സേവന തൽപരരായിടാം.
അങ്ങനെയാണല്ലോ പഠിച്ചത്. വിശ്വാസ ജീവിത പാതയിൽ സ്നേഹത്തിൻ കൈത്തിരിനാളവുമായി വിശ്വാസ ജീവിത പാതയിൽ സ്നേഹത്തിൻ കൈത്തിരിനാളവുമായി മുന്നേറി മുന്നേറി പോയിടാം ലോകരീശ്വരം നേടിയിടാം മുന്നേറി മുന്നേറി പോയിടാം ലോകരീശ്വരം നേടിയിടാം കരുണേകീരമതിർന്നിടാം നാം സേവന തൽപരരായിടാം കരുണേകീരമതിർന്നിടാം നാം സേവന തൽപരരായിടാം കാഴ്ച ഒരു വാക്കിയുടനെ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ ഉന്നതനെന്നെ ഒരു വാക്കിയുടനെ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ ഓടുവാനായി ദൂരങ്ങളിലെ ഉദയവനദിനാ ബലം തരില്ലേ ഓടുവാനായി ദൂരങ്ങളിലെ ഉദയവനദിനായി ബലം തരില്ലേ ഉന്നതനെന്നെ ഒരു വാക്കിയതല്ലേ ഉപ്പാകുവാൻ വെളിച്ചമാകാൻ ബന്ധങ്ങളിൽ ഒരു ഇരയാകുവാൻ ആഴങ്ങളറിയുന്ന അളവാകുവാൻ ബന്ധങ്ങളിൽ ഒരു ഇരയാകുവാൻ ആഴങ്ങളറിയുന്ന അളവാകുവാൻ അകതാരിരുയിരേകും സ്വരമാകുവാൻ സൗഹൃദമേകുന്ന ഹൃദയമാകാൻ അകതാരിരുയിരേകും സ്വരമാകുവാൻ സൗഹൃദമേകുന്ന ഹൃദയമാകാൻ ഉന്നതനെന്നെ ഒരു വാക്കി ഇതിലേക്ക് നമ്മൾ വരികയാണ്. നമ്മുടെ ക്യാമ്പ് സമാപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വിലപ്പെട്ടതാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്തതായ അനുഭവങ്ങൾ ചുരുക്കം വാക്കുകളിൽ ഷെയർ ചെയ്യാനുള്ളതായ അവസരമുണ്ട്. അതിനുശേഷം ഓട്ടോ താങ്ക്സ് പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പെട്ടെന്ന് ചുരുക്കം വാക്കുകളിൽ ഈ ക്യാമ്പുമായി പങ്കെടുത്തതിനുള്ളതായ നിങ്ങളുടെ റിഫ്ലക്ഷൻസ് പറയാനായിട്ട് അവസരം ഇല്ല. അതുകൊണ്ട് താല്പര്യമുള്ളത് ലേഡീസിൻ്റെ ഭാഗത്തുള്ള ആരാ പറഞ്ഞു ഒന്നും പറയാനില്ല. ഇവിടെ ശാന്തിഗിരി ആശ്രമത്തിൽ എത്തിയപ്പോൾ ആദ്യമായിട്ട് തോന്നിയത് വളരെ സ്വച്ഛവും ശാന്തവും പ്രസന്നവുമായ ഒരു അന്തരീക്ഷം ആണെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇന്ന് നിങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൽ ഉള്ള ഒരു കൂട്ടായ്മയും നമ്മൾ ഒരുപക്ഷെങ്കിൽ പള്ളിയിൽ വെച്ച് കാണുന്നതിലും കുറച്ചുകൂടെ അടുപ്പം തോന്നിയ ഒരനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് ഇത് അനുഭവപ്പെട്ടത്. ഇതുപോലെയുള്ള ക്യാമ്പുകൾ പിന്നെ ക്യാമ്പിൽ കിട്ടിയ മെസ്സേജുകളും പ്രത്യേകിച്ച് ടിവിയുടെ മെസ്സേജും അച്ഛൻ്റെ മെസ്സേജും ഒക്കെ വളരെ അർത്ഥവത്തുള്ളതും ജീവിതത്തിൽ നമുക്കൊക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ട പല ഉപദേശങ്ങളും തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാലാകാലങ്ങളിൽ കേട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ്. പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിന്നെ ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങളെയും ദൈവം
അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഇതുപോലെയുള്ള സംരംഭങ്ങൾ സംഘടിപ്പിക്കുവാൻ അവരെ ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ ചുരുക്കും. നന്ദി. വളരെ അൺഎക്സ്പെക്റ്റഡായിട്ടാണ് പെട്ടെന്നൊരു തീരുമാനം. ഞാൻ മൊബൈലിൽ ഈ പ്രോഗ്രാം കണ്ടപ്പം തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. ഒത്തിരി നാളായി ഞങ്ങൾ കൂടി നടന്നതായിട്ടുള്ള പള്ളിയിലെ ആളുകളും ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണെങ്കിലും പോകാമെന്ന് ഒരു തീരുമാനമെടുത്തു. ഉടനെ തന്നെ ഞാൻ വിളിച്ചു, കൺവീനറെ വിളിച്ചു. ഞാൻ ഉമ്മനത്തിൽ നിന്ന് വിളിക്കുന്ന ഉമ്മനത്തിൽ ശ്രമിക്കണം. വിളിച്ചപ്പം തന്നെ ആൻറ്റി വളരെ സന്തോഷം നിങ്ങൾ പോകാൻ. അപ്പം നിങ്ങൾ എവിടെ നിൽക്കും? ഞാൻ പറഞ്ഞു തിരുവല്ലായിൽ പിക്കപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ കഥയായിട്ടൊന്നും പറയുന്നില്ല, സമയമില്ലല്ലോ. ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് അച്ഛനും കൊച്ചമ്മയും ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുടെയും കൂടെ നടക്കുന്നത് വളരെ സന്തോഷമായിട്ട് എനിക്ക് തോന്നി. കാരണം എപ്പോഴും ഒരു ദൂരെ നിൽക്കുന്ന ഒരു അനുഭവം അങ്ങനെ ഒന്നും തോന്നിയില്ല. വണ്ണമങ്ങാസ് അങ്ങനെ അച്ഛനും കൊച്ചമ്മയും എല്ലാവരുടെയും കൂടെ നടന്ന് നമ്മളിലൊരാളായിട്ട് നമ്മളവിടെ കൂടെ അവസരങ്ങളൊക്കെ നോക്കി നടന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ മകനെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, the way he was conducting the whole thing, controlling everything, അതൊക്കെ നമുക്ക് കണ്ടു പഠിക്കേണ്ടതാണ്. ചെറുപ്പമെന്ന് ഞാനങ്ങ് വിചാരിക്കുക. എങ്കിലും ടൈം മാനേജ്മെൻറ്റ്, പിന്നെ എല്ലാവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എപ്പം വിളിച്ചാലും സന്തോഷം. ആൻറ്റി എന്നെ എന്താ പറഞ്ഞോ എനിക്ക് സമയമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അത്രയും ഇതായിട്ട് ഓർഗനൈസിങ് കപ്പാസിറ്റി ഉണ്ട്. പണ്ട് തന്നെ എനിക്കറിയാം, എന്നാലും ഇപ്പം അതിനുവേണ്ടി ഇത്രയും നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്തതിന് കൺവീനർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും വളരെയധികം നന്ദി. കഴിഞ്ഞ 3 ദിവസം നമ്മുടെ വ്യാപിച്ച ലീവ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇൻ്റർവെൻഷൻ ക്യാമ്പ് പങ്കുചേരാൻ അവസരം കിട്ടാനായി ജീവിതത്തിലെത്തിക്കുന്നു, മാസം കിടക്കുന്നു. എന്നാൽ ഇതിൽ കൂടുതൽ പല കാര്യങ്ങളും ഇനി ചെയ്യാനുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഇത്രയും വിജയകരമായി തീരുമാനമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ മേലിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട 1-2 മേഖലകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ നിലയ്ക്കൽ യോഗത്തിൽ ഞാൻ ഇതേ ഒപ്പീനിയൻ പറഞ്ഞു. അത് ഇപ്രാവശ്യം ചെയ്തു തന്നില്ല. ഞാൻ പറയും, ഇപ്പോൾ ഇന്ന് വിശുദ്ധ കുർബാനയുണ്ടെന്ന് ഈ ബുക്ക് കിട്ടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നത്. പരിശോധന ക്രമവും ഞാൻ കൊണ്ടുവന്നില്ല. പിന്നെ അറിയാവുന്നൊരു പ്രശ്നമില്ലായിരുന്നു. വിശുദ്ധ കുർബാന ഞായറാഴ്ച എല്ലാത്തതുകൊണ്ട് കാണുന്നത് ഒന്നും അറിയില്ലായിരുന്നു. ഒരു മെസ്സേജ് അയക്കണോ വിശുദ്ധ കുർബാന സർവീസുകൾ ഉണ്ടായിരിക്കുമെന്ന്, അല്ലെങ്കിൽ പ്രോഗ്രാമിന് നേരത്തെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മോർ ഇഫക്റ്റീവ് എന്നെനിക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അന്നത്തെ വിശുദ്ധ കുർബാന വളരെയധികം ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പേരുകട പള്ളിയിലെ കുമ്പസാര പ്രാർത്ഥനയ്ക്ക് ഇത്രയും ഒച്ച ഞാൻ കേട്ടിട്ടില്ല. എല്ലാവരും വളരെ ശബ്ദത്തോടുകൂടി തന്നെ കുമ്പസാര പ്രാർത്ഥന ഏറ്റുപറഞ്ഞാൽ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇടവനങ്ങളോട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആരും അല്ലെങ്കിലും കാരണം പേരുകട പള്ളിയിൽ ചെറിയ ഞരക്കമേ ഉള്ളൂ. അച്ഛൻ കുമ്പസാര പ്രാർത്ഥന ഏറ്റുപറയുമ്പോൾ അതിൻ്റെ കൂടെ വളരെ ചുരുക്കം ആൾക്കാരെ ശബ്ദമുയർത്തി കുമ്പസാര ഏറ്റുപറയാനുള്ളൂ. ഇന്നത്തെ ആരാധന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. തുടർന്നും ഇങ്ങനെയുള്ള കൂട്ടായ്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെത്തിയിരിക്കുന്നു. കൺവീനർ ഫീഡ്ബാക്ക് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഹലോ, കൺവീനർ ഫീഡ്ബാക്ക് പറയുന്നത് ശരിയാണോ എന്നെനിക്ക് സംശയമുണ്ട്. എന്നാലും 1-2 കാര്യങ്ങൾ ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് ഇന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് നമ്മൾ പള്ളിയിലിരിക്കുമ്പോൾ കാക്ക എറിഞ്ഞ കല്ല് പോലെ അവിടെ എവിടെയാണ് ഇരിക്കുന്നത്. എന്തൊരു സുന്ദരമായി കാണാൻ. അതുകൊണ്ട് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അല്ല, ഇത് ഇവിടെ എന്തോന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഉള്ളതുണ്ടായത്. ഞാൻ പറയുന്നത്, ഞാൻ പള്ളിയിലെ ആശ്രമം കൂടാണ്. അപ്പം
പുറകിലിരിക്കുന്നവരോട് പറഞ്ഞാൽ, നമ്മുടെ പള്ളിയുടെ പുറകിലിരിക്കുന്നവരോട് പറഞ്ഞാൽ ഒരു 90% കേൾക്കും. എന്നാൽ ഒരു 10% ഉണ്ട് അതിനകത്ത്. അതിന് ഞങ്ങളുടെ ഇരുന്നാലെന്നുള്ള അവർക്കില്ല. എന്നാൽ ഈ നമ്മുടെ ആ ഒരു സർവീസിൻ്റെ ഒരു അനുഗ്രഹവും ഒരു ഭംഗിയും അതിൻ്റെ ഒരു ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം നമ്മൾ ഒത്തൊരുമിച്ച് ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ലാതെ ഇരിക്കുമ്പോൾ അത് വലിയൊരു ദൈവിക അനുഗ്രഹമുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം ഒരു സ്വല്പം ഹെക്റ്റിക്കായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഇത്രയും പ്രായമുള്ളവരാകുമ്പം കൂടുതൽ ഇൻട്രാക്ഷൻ ഉള്ള സമയങ്ങൾ നമ്മൾ കൊടുക്കണം. അതാ കുറച്ചുകൂടെ ആകും. പ്രോഗ്രാമിന് പുറകെ പ്രോഗ്രാം അങ്ങനെ അല്ല. എപ്പോഴും ഗ്യാപ്പുകളിട്ട് അതിനുള്ള കൂടുതൽ റെസ്റ്റ് എടുക്കാനും തോന്നുന്നുള്ള ഇത് സമയം കൊടുത്തു വേണം നമ്മളിത് ഈ ഒരു ഗ്രൂപ്പിൽ, ഇങ്ങനത്തെ ഒരു പ്രായമുള്ള ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. കൺവീനിയേഴ്സായിട്ട് തിരഞ്ഞെടുത്തത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവർ വരുന്നില്ലല്ലോ നമ്മുടെ മുഖത്തിൽ പ്രായമുള്ളവർ ബാക്കിയുള്ളവർക്ക് ചെറുപ്പമാണ്, ബാക്കിയുള്ളവരെല്ലാം ചെറുപ്പമാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ആദ്യം തമാശയ്ക്ക് പറയാതിരിക്കും. പക്ഷെ പിന്നെയും വിളിച്ചു, എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതിന് പേര് എടുത്ത് വെച്ച് കഴിഞ്ഞു. എന്നോട് ഇതിൽ പൈസ ഇപ്പോഴേ തന്നെ കാണുമ്പോൾ തന്നാൽ മതി. അങ്ങനെയുള്ള ക്രമീകരണങ്ങളിലൂടെ വന്ന് സത്യത്തെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ രണ്ടുപേരും നല്ലോണം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവരുടെ ഇൻവോൾവ്മെന്റ് ശരിക്കും ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് 3 മൂളിമാരുണ്ട്. 3 മൂളി, ഒരു മൂളി കൺഫേംഡ് ആയിരുന്നു. പക്ഷേ 2 മൂളിമാർ ലാസ്റ്റ് മൊമെന്റ് വന്നു. സന്തോഷമുണ്ട്. അവരുടെ സന്തോഷമായിട്ടാണ് ഞാൻ സംബന്ധിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഇത്തരത്തിൽ ഞാൻ 1-2 കാര്യം താങ്ക്സ് പറയുമെങ്കിലും ഞാൻ പറയട്ടെ. നമുക്ക് ഈ ആരാധന പുസ്തകങ്ങളുണ്ട്. പക്ഷെ ആരാധനയുടെ ബുക്കുണ്ട്. ഇത് വൃത്തിയിരുന്നില്ല. നമ്മുടെ അച്ഛൻ എഴുതുക ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതുകൊണ്ട് അല്പം ലേറ്റായി പോരുന്നതിന് രാത്രി 8 മണിക്കായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള സമയത്തുമാരായാലും പച്ചമ്മയുടെ കാര്യമാണ് ലാസ്റ്റ് മൊമെന്റിലേക്ക് കുഞ്ഞുങ്ങളെ എഴുതി വെച്ചില്ല. തലേദിവസം എനിക്ക് ചുമ്മാ വീട്ടിൽ വരുന്നുണ്ട്. അത്ര സന്തോഷം. അത്ര സന്തോഷമുണ്ട്. ഞാനിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്ര സന്തോഷമുണ്ട്. നമ്മുടെ ക്യാമ്പിൽ ശരിക്കും ആ 2 അച്ഛൻ്റെയും പച്ചമ്മയുടെയും നേതൃത്വം നമുക്ക് വളരെ ബലപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ അച്ഛനും എന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ അച്ഛനോ എനിക്ക് അറിഞ്ഞുകൂടാ എവിടുന്നാണ് നമുക്ക് ബാഗ് സ്പോൺസർ ചെയ്തത് അച്ഛനാണ് എന്ന് ഞാൻ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതോ അച്ഛൻ അതെനിക്ക് പറയാൻ പറ്റുന്ന ഭാഷയിലെങ്കിലും അച്ഛനോട് അതിനെപ്പറ്റി പറയുന്നില്ല. എനിവേ അതുപോലെ തന്നെ നമ്മുടെ ബുക്കും പേരെയും അതുപോലെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇഷ്ടമല്ല പറയുന്നത്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പറയുക ഇങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ബാക്കി ക്രമീകരണങ്ങളും എല്ലാം ചെയ്തു വന്നേക്ക് ചേർന്നു. എല്ലാവരും എനിക്ക് സ്നേഹമുണ്ട്. നന്ദിയായിട്ടില്ല. വളരെ സന്തോഷമുണ്ട്. എന്നോട് സഹകരിച്ചത് വളരെ വീണ്ടും നമുക്ക് ഇതുപോലെ ഇതുപോലെ തന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാൻ ഏറ്റുകൂട്ടാൻ ഇതുപോലെ നമുക്ക് കാണാം. ഇതുപോലെ നമുക്ക് വീണ്ടും കൂടാം. താങ്ക് യു സോ മച്ച് എല്ലാവരും.
ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട സെക്രട്ടറി എല്ലാവർക്കും സ്നേഹമുണ്ട്. നമ്മുടെ ഇടവശിന്റെ ആനുവൽ ക്യാമ്പ് ഈ വർഷം ഇത്രയും ഭംഗിയായിട്ട് ദിവ്യമായിട്ട് ശാന്തി യാത്ര നടത്തുവാൻ സാധിച്ചത് ആദ്യമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പിന്റെ തീം ഇമ്പാക്ട് ആയിരുന്നുണ്ട്. വളരെ പ്രതീകൃതമായ രീതിയിൽ 2-3 ദിവസം ദൈവത്തിലായിരിക്കാൻ ദൈവം കൃപ മഴയുടെ പ്രയാസമൊന്നും കൂടാതെ വളരെ അനുകൂലമായ കാലാവസ്ഥയിൽ ഈ 3 ദിവസങ്ങളിൽ ദൈവം നമ്മെ കാത്തുവെച്ച ദൈവത്തിനെ സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ കപ്പലത്തിലേക്ക് കടക്കാം. നമ്മുടെ ക്യാമ്പിന്റെ ഭാഗമായി ഒരു ശുശ്രൂഷ എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ആദ്യമായി നമ്മുടെ പേരുവിട ഇടവ സമാപ്തമായ ഇടവ വികാരി ഇടവശത്തിന്റെ പ്രസിദ്ധമായ ബഹുമാനപ്പെട്ട വിനോദ തോമസ് അച്ഛൻ നമ്മുടെ ഈ ക്യാമ്പ് നമ്മൾ ഈ ക്യാമ്പ് നടത്തണമെന്ന് തീരുമാനം എടുക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ തുടക്കം മുതൽ നമ്മൾ ആരും മറന്നില്ല. എല്ലാ കാര്യങ്ങളും അച്ഛനാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ താമസവും ഇവിടുത്തെ ഭക്ഷണവും അച്ഛനെ കോൺടാക്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത്രയും നല്ല സൗകര്യമുള്ള വണ്ടി ആണ് ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രയും സൗകര്യപ്രദമായിട്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ നല്ലൊരു ബസ് അറേഞ്ച് ചെയ്തു. വളരെ നോമിനൽ ചെയ്തു. അത് അച്ഛൻ്റെ കഴിവ് മാത്രമാണ് അച്ഛനാണ് അറേഞ്ച് ചെയ്തത്. പിന്നെ അടുത്തത് നമ്മുടെ ഈ ബുക്ക് ക്രമീകരിക്കുന്ന അച്ഛനോട് ഞാൻ ചോദിച്ചു. ഒന്നും കുഴപ്പമില്ല, എല്ലാം ഓക്കെ. അച്ഛനത് വളരെ കഷ്ടപ്പെട്ട് പ്രാക്ടിക്കലിരുന്ന് പല ദിവസം എഴുതി സമയത്തിനുള്ളിൽ എഴുതാൻ എഴുതി ക്രമീകരിച്ച് നമ്മുടെ കണ്ടീനം അതെല്ലാം തലേ ദിവസം പോകുന്ന തലേ ദിവസം വൈകിട്ടായിരുന്നു ഇത്ര ഭംഗിയായിട്ട് ഈ കാര്യങ്ങളുള്ളത്. അച്ഛനോട് നമ്മൾ എത്ര പറഞ്ഞാലും വിചാരിച്ചു. അടുത്തതായിട്ട് നമ്മുടെ ബായിന്റെ കാര്യം പറഞ്ഞു. ഈ ബായില് ഉണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയുന്നില്ല. ബായി ഉണ്ട്. ഞാൻ പറഞ്ഞ കഴിച്ചോട് നമ്മൾ കൊടുക്കുകയുള്ളൂ. മറ്റോട് ചോദിച്ചാൽ പറഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല. ബായി ഉണ്ട്. ഇവിടെ വന്ന് ചോദിച്ചു. ഇവിടെ ഒന്നും അറിയണം. ഇന്നലെ രാത്രിക്ക് പറഞ്ഞു വേണ്ട മത്സരമാണ്. അതുപോലെ ഒന്നും പറഞ്ഞു. അതിനെ നെഞ്ചും തരത്തില്ലല്ലോ. നെഞ്ചും തരത്തില്ല. കാശ് വേണമെന്ന് പറയുന്നത് ഒന്നും അറിയില്ല. ഡിസ്കസ് ചെയ്താണ്. അപ്പൊ അതിന് പ്രത്യേകം നന്ദി പറയാൻ അച്ഛനുള്ളത്. ഇത് വളരെ എഫക്റ്റീവ് നല്ലൊരു കാര്യം. നമ്മളെ കഴിഞ്ഞ വർഷത്തൊക്കെ നമ്മളെ വളരെ അച്ഛൻ തന്നെ പോയി അച്ഛനും പോയാൽ സെലക്ട് ചെയ്ത് പിന്നെ ഞാനാണ് എല്ലാം കഴിച്ചു. മെസ്സേജ് കൊടുത്തു. എല്ലാം അത്രയും ഭംഗിയായിട്ട് ഭക്ഷണം ഉപയോഗിക്കാത്ത കാര്യമില്ല. അച്ഛൻ പറഞ്ഞ ഒരു വേദപുസ്തകം, വസ്ത്രാലങ്കരണം, ഒരു കുപ്പി വെള്ളം, ടെലിഫോൺ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ടാണ്. അത് പള്ളികളിലൊക്കെ ഇത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുകൂടാതെ 2 ദിവസം മുമ്പ് നേതൃത്വം നൽകി ഇന്നത്തെ വിശുദ്ധ കുർബാന അച്ഛൻ നിർവഹിച്ചു. അതുകൂടാതെ എല്ലാ ക്രമീകരണങ്ങളും എത്ര നന്ദി പറഞ്ഞാലും ഈ 2 നമ്മൾ കൂടി ഇത് 2 മറ്റേ തന്നെ അറിയില്ല. നമ്മളെ അറിയിച്ചു കഴിഞ്ഞില്ല. അപ്പൊ അതെല്ലാം എല്ലാത്തിൻ്റെ എല്ലാ സഹായങ്ങളും നാമത്തിൽ നെഗറ്റീവ് നാമത്തിൽ മറ്റേ നന്ദി അറിയിക്കും. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ലീഡർ സാറ് പത്രസഭയിൽ നമ്മളോട് കൂടെ യാത്ര ചെയ്ത് ഇവിടെ വരികയും 3 ദിവസം താമസിക്കുകയും നമ്മളോടുകൂടെ എല്ലാ കാര്യങ്ങളും നമ്മളോട് സഹകരിച്ച് ഇത്ര സ്ഥലം എല്ലാ കാര്യങ്ങളും നമ്മളോട് കൂടെ ചേർന്ന് നമുക്ക് 3 ക്ലാസ് എടുക്കും. നല്ല 3 ക്ലാസ് എടുത്ത്
എന്നെ സഹായിച്ചു. വിശാഖനോടുള്ള നന്ദി. ബസ്സിന്റെ പേരിൽ എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷപ്പെടുന്നു. നമുക്ക് പറ്റാത്തൊരു വ്യക്തിത്വമുണ്ട്. ദൈവയുടെ കൊച്ചമ്മ ഈ കൊച്ചമ്മ അവസാന നിമിഷങ്ങൾ വരുന്നില്ല ഇതൊരു അനുഭവമല്ല. വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. 3 മക്കൾ കൂടി വിടണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, ആ പ്രയാസമില്ല അവരായിരുന്നു. അവസാനം ഞാൻ പറ്റുമ്പോൾ കൊച്ചമ്മ എന്തുകൊണ്ടുണ്ടായ കാര്യം വലിയ പ്രയാസമാണ്. ഞാൻ അച്ഛനോട് അച്ഛമ്മ വന്നില്ലെങ്കിൽ അച്ഛൻ കൊച്ചനെ വിട്ടു, കൊച്ചനെ അച്ഛനെ വിളിച്ചു. അതുകൊണ്ട് ഏതായാലും ചിന്ത വേണം. അപ്പൊ അതുകൊണ്ട് എന്താ നല്ലത്? ഏതായാലും അവസാനം അച്ഛൻ വന്നു, നമ്മളെ ഭാഷ പഠിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും കൂടെ കൊച്ചമ്മയോട് നന്ദി. നമ്മളെ രണ്ട് കമ്പനീസ് വളരെ അടുത്ത വർഷം കമ്പനീസ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമ്മൾ 2 കമ്പനി പ്രിയപ്പെട്ട വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചോദിച്ചു. വളരെ സന്തോഷം. എല്ലാവരും പേരും നന്ദി. നമ്മുടെ തോമസ് നാട്ടിലേക്ക് നമ്മൾ പല കാര്യങ്ങളും അച്ഛൻ ചെയ്തു. നമ്മളെ അച്ഛനെ വേറെ പല ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാണ് നമ്മുടെ കൂടെ എപ്പോഴും ഇല്ലാതിരുന്നത്. നമ്മൾ വന്നപ്പോൾ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. നമ്മൾ ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങളെ നമ്മുടെ ഇവിടെ ആരാധനയുടെ ക്രമീകരണങ്ങളെ എല്ലാ ക്രമീകരണങ്ങളും വളരെ കണ്ട സമയത്ത് വളരെ ഭംഗിയായി ചെയ്യുന്ന പ്രിയപ്പെട്ട നാട്ടിനോട് നന്ദി അറിയിക്കും. പ്രത്യേകിച്ച് അച്ഛനും കൊച്ചമ്മ നമുക്ക് ഭക്ഷണം വിളമ്പാൻ വേണ്ടി എല്ലാ ദിവസവും ഇവിടെ പങ്കെടുണ്ടായിരുന്നു. കൊച്ചമ്മയോട് നന്ദി ഇവരുടെ നാമത്തിൽ അറിയിക്കും. നമ്മുടെ ഇടപെട്ട സെക്രട്ടറിക്ക് ഒരു വാക്ക് നന്ദി പറയാതില്ല. സെക്രട്ടറി നമ്മുടെ ഈ ക്യാമ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ആവശ്യങ്ങളും ആ തുടക്കം മുതൽ നല്ല നേതൃത്വം നൽകുകയും നല്ല ആലോചന തരികയും അദ്ദേഹം ചെയ്തിരുന്ന പ്രിയപ്പെട്ട സൗന്ദര്യ സാറിനോട് നന്ദി ഇടപെട്ട നാമത്തിൽ അറിയിക്കുന്നു. ചെയ്ത് അച്ഛനാണ് ക്രമീകരണം ചെയ്ത് അതിനുള്ള ആരാധനയെ അറിയിക്കുന്നത് അവരോട് നന്ദി പ്രത്യേകം വളരെ ഭംഗിയായിട്ട് ആ ട്രാൻസ്പോർട്ട് കമ്പനിയോട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ 33 പേര് നമ്മുടെ ഇന്നത്തെ ക്യാമ്പിൽ സംബന്ധിച്ചു വളരെ സന്തോഷം, വളരെ അനുഗ്രഹപ്രദമായിട്ട് എല്ലാവരും സഹകരിച്ച് നമ്മൾ 33 പേര് വളരെ ഭംഗിയോടെ സഹകരിച്ച് സന്തോഷത്തോടുകൂടി നമ്മുടെ 3 വർഷത്തെ ക്യാമ്പ് അതുകൊണ്ടവർ നമുക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. കാലത്തെ കേരളത്തിൽ ചെയ്യാൻ പറ്റിയില്ല. കുർബാന നമുക്ക് അറിയാൻ സാധിച്ചില്ല. പക്ഷേ ഈ വർഷം എല്ലാം സാധിച്ചു. 3ാമത്തെ വർഷമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ വർഷം രണ്ടാമത്തെ കഴിഞ്ഞ വർഷം നിലയ്ക്കലായിരുന്നു. ഈ വർഷം എല്ലാ വർഷവും ആൾക്കാരുടെ സംഖ്യ കൂടി വരുന്നുണ്ട്. 33 ദൈവത്തിന്റെ അടുത്ത വർഷം നമുക്ക് അടുത്ത വർഷം നമുക്ക് നല്ലൊരു ക്യാമ്പ് നടത്താൻ വിചാരിക്കുന്നു. നമ്മുടെ എല്ലാവരും മന്ത്രിയുടെ എല്ലാ ദൈവങ്ങളോടും നന്ദി ഒരിക്കലും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ കത്തിരിക്കുന്നു. ദൈവങ്ങളോട് എല്ലാ പ്രയത്നവും ഞാൻ ചെയ്യുന്നു. വിശുദ്ധ കുർബാനയോട് നമ്മുടെ ഈ ക്യാമ്പ് സമാപിക്കുകയാണ്. ഇടവപക്ഷം വളരെ സജീവമായ കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള പ്രവർത്തനം അതിനോട് ശ്രദ്ധിക്കും. ഈ 50 വർഷത്തെ ചരിത്രത്തിൽ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇത് ഇപ്പോഴുള്ള ഞാൻ വന്നിട്ട് ചെല്ലുള്ളതായ ചുമതലകൾ വളരെയധികം ഇവരുടെ കാര്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ടുള്ളത് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ്. ഇത് പ്രോഗ്രാം നമുക്ക് ഒരുമിച്ച് ക്രമീകരിക്കുവാനായിട്ട് സാധിക്കും. കാരണം നല്ലൊരു പിന്തുണ ചുമതലക്കാരുടെ കമ്മിറ്റി
തെറ്റിക്കുന്നുണ്ട്. കാരണം ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് ചെയ്യാം, വേണ്ടാന്നാരും പറയാറില്ല, നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചോദിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നുള്ളത്. ഇതേയാകുന്നത് നമുക്ക് 6-ാം തീയതി രാവിലെ യാത്ര ചെയ്തിട്ട് വന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ശേഷം നമ്മൾ മടങ്ങി ഹോട്ടലിലേക്ക് പോകുന്നു. നമ്മുടെ ഈ ഫെലോഷിപ്പ് അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ അതുകൊണ്ട് ഇതേ ആകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയൊക്കെ അറിയുകയാണ്. ഇതൊരു വലിയ ഫെലോഷിപ്പാണ്. നമ്മുടെ പ്രഷാദ് നമുക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഇവിടെ താമസങ്ങളുടെ പ്രഷാദായിരിക്കുന്നതാണ് പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് എന്തെങ്കിലും പറഞ്ഞത് അച്ഛൻ ചെയ്തു ബാക്കി കാര്യങ്ങളൊക്കെ നടന്നോളൂ. അപ്പം അങ്ങനെ ഒരു ധൈര്യം നമുക്ക് പകരുന്നതുകൊണ്ടാണ് ഈ സെക്രട്ടറി ആണെങ്കിലും പ്രഷാദാണെങ്കിലും ചെയ്തോളാൻ പറയുന്നതായ ഒരു, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോളാൻ എന്ന് പറയല്ല, ചെയ്തോ ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു വലിയ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് തോമസിനുള്ളതായ ഹൃദയമായ സ്നേഹം നന്ദി അറിയിക്കുന്നു. ഇവിടെ ജീവിസാർ നന്ദി പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് സ്ഥാപനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ഒരുമിച്ച് ഇപ്പോൾ ഇനിയും ലാസ്റ്റ് വേണ്ടി പറഞ്ഞാൽ പോലെ സമയമുണ്ടെങ്കിൽ സമയം കണ്ടെത്തി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എനിക്ക് വലിയ ഉറപ്പാണ്. കാരണം നമ്മൾ ഈ തീരുമാനിക്കുന്ന പ്രോഗ്രാം ലേറ്റായി പോകും. അതിനുശേഷം ഒരു ലീഡറിലേക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ്. നമ്മൾ വേഗത്തിൽ നിസാറിൻ്റെ പ്രോഗ്രാം വന്നാൽ പിന്നെ വേറെ ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതിൽ പോലും നോ പറയാറില്ല. സമയം കണ്ടെത്തി മറ്റു പ്രോഗ്രാമുകളൊക്കെ ക്രമീകരിച്ച് നമ്മളോട് പങ്കെടുക്കാനായിട്ടുള്ള പ്രത്യേകമായ സ്നേഹത്തിൻ്റെ അനുഭവമാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. വർഷങ്ങളായ ഒരുമിച്ച് ശുശ്രൂഷയിൽ വിവിധങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് ദൃഢമായത് പ്രവർത്തിക്കാനായിട്ട് ഇടയായിരുന്നു. അതിലൂടെ ഈ ക്യാമ്പ് നടത്തുന്നതിലേക്ക് മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാറുണ്ട്. ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം അച്ഛൻ നിർവഹിച്ചു തന്നു. നമ്മൾ വളരെ ക്രമീകൃതമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാണ് ഇവിടെയുള്ളതായ സൗകര്യങ്ങൾ വളരെ ഒരു മിനിമം റേറ്റിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ക്രമീകരിച്ച് നൽകിയത്. നമുക്ക് പറയാനാണ് കൊമേഴ്ഷ്യൽ റേറ്റൊന്നുമില്ല. നമുക്ക് വളരെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് നൽകി ശാരീരിക പ്രശ്നങ്ങളുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയൊക്കെ അറിയുകയാണ്. നെക്സ്റ്റ് വാളിൽ ഒരാൾ അവരുടേതായ ക്രമീകരണങ്ങൾ പ്രത്യേകം നന്ദി പറയുകയും വേണം. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നിർവാഹിക്കട്ടെ. ഒത്തിരി ശാരീരികമായ പ്രയാസങ്ങളുള്ളവരുണ്ട്. ആർക്കും ഒരു ശാരീരിക പ്രയാസം ഉണ്ടായിരുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരെയും നമ്മളോട് സൂക്ഷിച്ചു പ്രോഗ്രാം വ്യക്തിക്കുക എന്ന് പറഞ്ഞെങ്കിലും വ്യക്തിക്കാൻ എനിക്കിത് തോന്നിയിട്ടില്ല. അതുപോലെ റിലാക്സ് ചെയ്യാനുള്ളതായ സമയം ഇതിനൊക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പ് വരുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സെഷൻസ് ഇല്ലാതെങ്കിൽ നമ്മൾ വരുന്നതിൻ്റെ ഒരു അർത്ഥപൂർണ്ണമാക്കിയെടുക്കാനാണ്. അത് നമ്മുടെ യാത്ര ചെയ്യുന്നതിനാണ് ക്ഷീണാവസ്ഥയൊക്കെ. എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ. ഇത്രയും ലോങ് യാത്ര ചെയ്ത് വരുമ്പോൾ അത് വർക്കായി മാറണമെന്നുള്ളതായ ചിന്തയോടാണ് ആ പ്രോഗ്രാമൊക്കെ അങ്ങനെ ഷെഡ്യൂൾ ചെയ്തത്. കേരളത്തിലാതെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. യാത്രയുടെ സമയം നമുക്ക് പറഞ്ഞു. നമ്മൾ രാവിലെ 5 മണിക്ക് തിരിച്ച് 12 മണിയോടെ ഇടയെത്തി. അതേ സമയത്ത് 7 മണിക്കൂർ നമ്മൾ യാത്രയിലായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ശരിക്കും ടയർഡായി. അതുകൊണ്ട് അന്ന് സെഷൻസൊക്കെ വളരെ കുറവായിരുന്നു. ഞാൻ കൂടാതെ പറഞ്ഞാലും സംഭവിക്കില്ല. അപ്പോൾ നമുക്ക് എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ടും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പറയാം. അതിന് മുമ്പായിട്ട് ഒരു ഗ്രൂപ്പുള്ള ഈ ചാപ്പലിലൂടെ ചെയ്തിട്ടുള്ളതാണ്. മനോഹരമായ സ്നേഹനാളുകൾ നിങ്ങളുടെ സുഖപാദം ഞങ്ങളുടെ സുഖപാദങ്ങളുടെ ചേർന്ന് ഞങ്ങളുടെ ഈ നമ്മുടെ സഹായിക്കുന്നതാണ്. നമ്മുടെ സാഹചര്യത്തിലെ പ്രതികരണം ഞങ്ങളെ ബലപ്പെട ചെയ്തോ ജീവിതകാര്യങ്ങൾ ഞങ്ങളെ ഉള്ള നാളുകളിൽ സഹായിക്കണമേ. ഓരോ മാതാപിതാക്കളും ഓരോ സുരക്ഷ പ്രവർത്തനം നല്ലതായി വന്നിട്ടുള്ള ഞങ്ങളെല്ലാവരും ഇടയാണെന്ന് ഞങ്ങളുടെ വേണ്ടി പ്രവർത്തകർക്ക് വേണ്ടി നിലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിരന്തരമായ മനസ്സിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശാരീരിക ആത്മീയതയോടെ പ്രാർത്ഥിക്കുന്നു.
വിശ്വാസമുണ്ട് നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ടുപോകാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മടക്കയാത്രയിൽ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദിവസമാണെന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ള പകരണം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് വാർഡുകൾ അനുഗ്രഹം സഹായം നമ്മളുടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മടക്കയാത്ര ഇപ്പോൾ ഞാൻ റെഡിയാണ്.
ഈ യാത്രയിൽ ഉടനീളം അവന്റെ ചിറകിൻ കീഴിൽ കാത്തുപരിപാലിച്ച വലിയ കൃപയ്ക്കായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. എക്കാലയിൽ ട്രാവൽ ബ്ലോഗിന്റെ എല്ലാ എപ്പിസോഡുകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക.